വളരെ സാധാരണമായി നമ്മുടെ കണ്ണിന് വരുന്നൊരു രോഗാവസ്ഥയാണ് ചെങ്കണ്ണ്. വളരെ തീവ്രമല്ലാത്തതും നമ്മളൊന്ന് ചെറിയൊരു ശ്രദ്ധ ചെലുത്തിയാൽ വളരെ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതുമാണ്. പക്ഷെ പലർക്കും വലിയ പേടിയുള്ളൊരു കണ്ടീഷനുമാണ് ചെങ്കണ്ണ് സാധാരണ വേനൽ ചൂടിലാണ് സാധാരണ കൂടുതലായി കാണുന്നത്. ചെങ്കണ്ണിൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പകരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീട്ടിലൊരാൾക്ക് ചെങ്കണ്ണ് വന്നാൽ മോറോളോസ് ആ വീട്ടിലുള്ള എല്ലാവർക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലരുടെയും ഒരു തെറ്റിദ്ധാരണ ചെങ്കണ്ണ് വന്ന ഒരാളിൻ്റെ കണ്ണിലേക്ക് നോക്കിയാലാണ് ചെങ്കണ്ണ് പകരുന്നതെന്നാണ്. അങ്ങനെയല്ല. അതായത് നമ്മുടെ ചെങ്കണ്ണ് എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള ഏറ്റവും നേർത്ത സ്ഥലം കൺജങ്ക്റ്റൈവയിൽ വരുന്ന രോഗാണുബാധയാണ്. അതായത് നമ്മുടെ വെളുത്ത് കാണുന്ന ഭാഗത്തിനും മേലിൽ കാണുന്ന ഒരു ചെറിയ സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. ആ കൺജങ്ക്റ്റൈവിൽ വരുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. അത് വൈറസ് കൊണ്ടോ ബാക്ടീരിയ കൊണ്ടോ ഒക്കെ വരാറുണ്ട്. സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്നത് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. അപ്പോൾ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈറൽ ഫീവർ വരുന്നത് പോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അതായത് രോഗം മൂർച്ഛിക്കാത്ത രീതിയിലുള്ള ഒരു സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് നമ്മൾ ചെയ്താൽ, ശുചിത്വശീലങ്ങളും ആഹാരശീലമൊക്കെ ചെയ്താൽ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒക്കെ അത് ഭേദമാകും. പക്ഷേ ഈ ഒരു ചെങ്കണ്ണ് എന്നൊരു അവസ്ഥ വരുമ്പോൾ തീവ്രമായ കണ്ണിന് ഇറിറ്റേഷൻ, ചിലപ്പോൾ കണ്ണിന് സ്രാവം, രാവിലെ എണീക്കുമ്പോൾ പീള കെട്ടി കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ, 2 കണ്ണും ചുമന്ന് വരിക, മദ്രാസ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഇറിറ്റേഷൻ കാരണം കൈ കൊണ്ട് കണ്ണ് തിരുമിയതിന് ശേഷം ആ കൈ കൊണ്ട് നമ്മൾ മറ്റ് പ്രതലത്തിൽ തൊടുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിലെ മേശയിലോ കസേരയിലോ പാത്രങ്ങളിലോ ഒക്കെ തൊട്ടിട്ട് ആ പ്രതലത്തിൽ വീട്ടിലെ ആരോഗ്യം ഉള്ള, അതായത് ചെങ്കണ്ണ് ബാധിക്കാത്തൊരു ആൾ പെട്ടെന്ന് തൊട്ടിട്ട് വീണ്ടും അയാളുടെ കൈ കണ്ണിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയാണ് രോഗം പകരുന്നത്. അതാണിപ്പോൾ സ്കൂളിൽ കുട്ടികളെ ചെങ്കണ്ണുള്ളവർ പോവുകയാണെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ബുക്ക്, പെൻസിൽ, കുട്ടികൾ പോയിരിക്കുന്ന കസേര, ഡെസ്ക്, അതൊക്കെ മറ്റു കുട്ടികളും തൊടും. അങ്ങനെ നമ്മുടെ കൈ വഴിയാണ് സാധാരണ കൺജങ്ക്റ്റിവൈറ്റിസ് പകരുന്നത്. വളരെ ചുരുക്കത്തിൽ മാത്രം നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ വരാറുണ്ട്. പക്ഷേ അതായത് നമ്മുടെ ചെങ്കണ്ണ് ഉള്ള കണ്ണിലേക്ക് തൊട്ട് അതിൻ്റെ സ്രാവം മറ്റുള്ളവരുടെ കൈ വഴി കണ്ണിലേക്ക് എത്തുമ്പോഴാണ് ചെങ്കണ്ണ് പകരുന്നത്. അതിന് ശ്രദ്ധിക്കാനുള്ളത്, ചെങ്കണ്ണ് നമുക്ക് മോറോലസ് ഒരു സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് കൊടുത്താൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ പോവും. ആ രോഗബാധ കൃത്യസമയത്ത് നമ്മൾ മാനേജ് ചെയ്തായിരുന്നാൽ മാത്രം നമ്മുടെ കണ്ണിലെ കറുപ്പ്, അതായത് കോർണിയയിലേക്ക് ഇൻഫെക്ഷൻ വന്നാലാണ് നമ്മൾ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ മാത്രമാണ് അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വൃത്തിയായി തുടച്ച് സൂക്ഷിക്കുക കണ്ണ്. അത് തുടയ്ക്കുമ്പോൾ നമ്മൾ അകത്ത് നിന്നും പുറത്തേക്ക് തന്നെ തുടയ്ക്കുക. ഒരു കണ്ണ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തൂവാല മറ്റേ കണ്ണ് തുടയ്ക്കാൻ ഉപയോഗിക്കരുത്. തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തൂവാല കൃത്യമായി നമ്മൾ ഡിസ്പോസ് ചെയ്യുകയും വേണം. അത് ഇങ്ങനെ തുറസായി ഇടാനും പാടില്ല. ആയുർവേദത്തിൽ ഇരട്ടി മധുരം എന്ന് പറയുന്ന ഔഷധം ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തണുത്ത് നന്നായിട്ട് അരിച്ചിട്ട് കണ്ണ് കഴുകുന്നതും കണ്ണിൽ തുള്ളിയായി ഒഴിക്കുന്നതും അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനും കണ്ണ് ശുചിയായി വയ്ക്കുന്നതിനും സഹായിക്കും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരവും അതായത് രോഗം വഷളാകാതിരിക്കുന്നതിനും നമ്മുടെ പ്രതിരോധശേഷി കൃത്യമാക്കുന്നതിനും സഹായകമായിരിക്കണം. പല വീട്ടിലും കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെങ്കണ്ണ് വന്നാൽ അയാൾക്ക് എന്ത് ഔഷധമാണോ കൊടുത്തത് അതേ ഔഷധം തന്നെ മറ്റാൾക്കാരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളൊരു രോഗിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതശൈലി രോഗമുള്ള ഒരാളാണ്, കുട്ടികളാണ്, വൃദ്ധരാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അപ്പോൾ കണ്ണ് വൃത്തിയായി കഴുകി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൂടുതൽ ഉള്ളിലേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോപ്സും ഒഴിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിക്കുന്ന ആഹാരത്തിൽ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന തരത്തിലുള്ള ആഹാരം ഉൾപ്പെടുത്തുക. നന്നായി വെള്ളം കുടിക്കുക. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ണിൽ തൊട്ടതിന് ശേഷം നമ്മൾ മറ്റ് സർഫസിൽ തൊടുന്നത്, വീട്ടിലാണെങ്കിലും മറ്റ് സർഫസിൽ തൊടുന്നത് ശ്രദ്ധിക്കുകയും വേണം. ഇത് കോർണിയൽ അബ്രേഷൻ എന്ന് പറയും. അതായത് കോർണിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പം ചെങ്കണ്ണ് വന്നിട്ട് നമ്മൾ തിരുമുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, ഇപ്പോൾ തരിതരിപ്പ് പോലുള്ളതൊക്കെ കണ്ണിൽ പെട്ടിട്ട് അത് കോർണിയൽ എന്തെങ്കിലും ഒരസ്
അലസുകയോ കോർണിയയിൽ എന്തെങ്കിലും അബ്രഷൻ വരികയാണെങ്കിലാണ് അത് പിന്നീട് മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ചെങ്കണ്ണോട് ഉള്ള ആളിന് പനിയും മറ്റു പനി ലക്ഷണങ്ങളും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. അതായത് സാധാരണ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആഡഡായി വരുമ്പോഴാണ് തീവ്രമായ പനിയും കണ്ണ് ഒട്ടും തുറക്കാൻ വയ്യാതെയും വേദനയും കണ്ണിന് പുറകെ വേദനയൊക്കെ അനുഭവപ്പെടുന്നത്. ഒരു 7 ദിവസത്തിൽ കൂടുതൽ അത്തരം ഈ ഒരു കണ്ടീഷൻ നിൽക്കുന്നു എങ്കിലും നമ്മൾ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതും അവരുടെ മറ്റ് ജീവിതശൈലി ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഷുഗറൊക്കെ കൺട്രോൾഡ് ആണോ, മറ്റെന്തെങ്കിലും രോഗപ്രശ്നമുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതിന് വേണ്ട പരിഹാരം കാണേണ്ടതുമാണ്. ചുരുക്കത്തിൽ ചെങ്കണ്ണ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ ശുചിത്വ ശീലങ്ങളും അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ ചെങ്കണ്ണുള്ള ഒരാളാണെങ്കിൽ പബ്ലിക് ഫംഗ്ഷനൊക്കെ പോകുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കി അതിൽ കുറച്ച് കൂടുതൽ പേരിലേക്ക് അത് പകരാതിരിക്കാൻ ശ്രദ്ധിക്കാം. പലപ്പോഴും ഒരു ഗോഗിൾസൊക്കെ വെച്ച് ആൾക്കാർ പോകാറുണ്ട്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ കാരണമാണ്. അതായത് എൻ്റെ കണ്ണിലെ ചുവപ്പിലേക്ക് നോക്കിയാലേ മറ്റൊരാളിന് വരികയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ മൂലമാണ് നമ്മൾ ഗ്ലാസ്സൊക്കെ വെച്ച് ആ ഒരു അപ്പിയറൻസ് മാറ്റിവിട്ട് പോകുന്നത്. പക്ഷേ അതങ്ങനല്ല. ഒരു പബ്ലിക് ഫംഗ്ഷന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെങ്കണ്ണുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കൈ പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് പോകും, നമ്മുടെ മുഖത്തേക്ക്. അതൊരു പ്രത്യേകതയാണ്, പെട്ടെന്ന് പോവും. അത് ഈ ഒരു ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ചെങ്കണ്ണ് പോലുള്ളൊരു അവസ്ഥയാകുമ്പോഴത്തേനും കണ്ണിന് ഇറിറ്റേഷനുണ്ട്, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് മുഖത്തേക്ക് പോകാൻ ഒരു ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ പൊതു സ്ഥലങ്ങളിലോ പൊതു ഫംഗ്ഷനോ ഇപ്പോൾ ഓഫീസിലോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആ കൈ കൊണ്ടിട്ട് ആ പ്രതലത്തിൽ പിടിക്കുമ്പോൾ മറ്റുള്ള ഒരാൾക്ക് പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ രോഗത്തിൻ്റെ ഒരു തീവ്രത. അതുകൊണ്ട് ചെങ്കണ്ണ് വരുമ്പോൾ ശുചിത്വ ശീലങ്ങളും അതുപോലെ തന്നെ കൃത്യമായി വൃത്തിയാക്കുകയും കണ്ണിൽ ഒഴിക്കേണ്ട ഡ്രോപ്സ് ഓരോ വ്യക്തിക്കും അനുസരിച്ച്, അതായത് ഔഷധം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയും ചികിത്സിക്കുകയാണെങ്കിൽ മറ്റ് ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെങ്കണ്ണ് മാനേജ് ചെയ്യാൻ സാധിക്കും.